എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ടീച്ചർ നിങ്ങളോട് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജീവികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളെ ടീച്ചർക്ക് ഉത്തരം പറഞ്ഞു തരുവോ? അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: ശത്രുക്കളിൽ നിന്ന് വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന ജീവി ഏതാണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സ്വന്തം വാൽ മുറിച്ചു മാറ്റുന്ന ജീവി ഏതാണെന്നുള്ളതാണ്. ക്ലൂ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒക്കെ വീടുകളിൽ അല്ലെ ചുമരിന്റെ മുകളിലൊക്കെ ഇയാളെ കാണാം. അപ്പൊ എന്താണെന്ന് എല്ലാരും ഒന്ന് വേഗം ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഉത്തരം പറയണം അല്ലേ? എന്താണ്? അങ്ങനെ വാല് മുറിച്ച് രക്ഷപ്പെടുന്ന ജീവിയാണ് പല്ലി എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളെല്ലാവരും അല്ലെ വീട്ടിലെ ചുമരിലൂടെ ഈ പല്ലി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ? ചിലർക്ക് പല്ലിയെ പേടിയായിരിക്കും. അപ്പൊ പല്ലിയുടെ പ്രത്യേകത എന്താ? ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അല്ലെ പല്ലി സ്വന്തം വാൽ മുറിച്ച് രക്ഷപ്പെടുന്നതായിരിക്കും. ഉത്തരം പിടി കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. സ്വന്തം വീടും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്താ ചോദ്യം? സ്വന്തം വീടും ചുമന്നുകൊണ്ട് ഇയാൾ ഇങ്ങനെ യാത്ര ചെയ്യും. അത് മാത്രല്ല അയാളുടെ പ്രത്യേകത, അയാൾക്ക് കരയിലും ജീവിക്കാൻ പറ്റും, വെള്ളത്തിലും ജീവിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കരയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്ന, സ്വന്തം വീടും ചുമന്നുകൊണ്ട് പോകുന്ന ആൾ ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കയ്യും കാലും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? തോടിനുള്ളിലേക്ക് ഒളിപ്പിച്ച് വെക്കാനും ഇയാൾക്ക് സാധിക്കുന്നതായിരിക്കും. ആരാണ് ആ കേമൻ? മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുണ്ട്? പുറത്ത് കട്ടിയുള്ള ഒരു തോടുള്ള ആളാണ്. പുറത്ത് കട്ടിയുള്ള, പണ്ട് അല്ലെ മുയലിനു കൂടെ മത്സരം നടത്തിയ ഒരാളെ നിങ്ങൾക്ക് അറിയാമോ? അയാൾ തന്നെയാണ് കേട്ടോ ഈ ചോദ്യത്തിന്റെയും ഉത്തരം. എന്താണ്? ഏതാണ്? ആമയല്ലേ? ആമയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അല്ലെ? നിങ്ങൾക്കറിയാം ആമയുടെ പുറത്ത് എന്തുണ്ട്? വലിയൊരു തോടുണ്ട് അല്ലെ? അതേപോലെ തന്നെ കയ്യും കാലും ഒക്കെ എന്ത് ചെയ്യാം, തലയും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ തോടിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആമയ്ക്ക് സാധിക്കും. അത് മാത്രമല്ല അല്ലെ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ആളാണ് നമ്മുടെ ആമ എന്ന് പറയുന്നത് അല്ലെ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി ടീച്ചർ ചോദിക്കാൻ വേണ്ടി പോകുന്ന ചോദ്യം എന്താന്ന് അറിയാവോ? കരയിലെ ഏറ്റവും വലിയ ജീവിയെ കുറിച്ചാണ്. കരയിലെ ഏറ്റവും വലിയ ജീവിയായ എനിക്ക് എന്ത് പ്രത്യേകത കൂടിയുണ്ട്? എന്ത് പ്രത്യേകതയാണുള്ളത്? തുമ്പിക്കൈ കൂടെ ഉണ്ട്. ഇത് പറയുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? എന്താണ് ശരി ഉത്തരം? ആനയാണല്ലേ? കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മുടെ ആന എന്ന് പറയുന്നത് അല്ലെ? കുറേ ചോദ്യങ്ങൾ അല്ലെ, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? യെസ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ടീച്ചർ നിങ്ങളെ കാണാൻ വീണ്ടും വരുന്നതായിരിക്കും അല്ലെ? അപ്പൊ ടീച്ചർ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. അതിനുള്ള ഉത്തരം മക്കൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഇടണം. അടുത്ത ചോദ്യം ഇതാണ്: ചിൽ ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മരങ്ങളിലൂടെ ചാടി ചാടി പോകുന്ന ഒരു വീരനെ നിങ്ങൾക്കറിയാമോ? കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ച് ചിൽ ചിൽ ശബ്ദം ഉണ്ടാക്കി പോകുന്ന ഈ കൂട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ എഴുതണം. അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.